Okay, so this is Poco X3 Pro. 20,000 താഴെ one of the best performance phone അല്ലെങ്കിൽ one of the best gaming phone ആണ് Poco X3 Pro. ഒരു സംശയവും വേണ്ട. അതിൻ്റെ മെയിൻ കാരണമാണ് Qualcommൻ്റെ Snapdragon 860 ചിപ്സെറ്റ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫോണല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Poco X3 സീരീസിൽ വരാൻ സാധ്യതയുള്ള Poco X3 GT കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ലീക്സും റിപ്പോർട്ടും ശരിയാണെങ്കിൽ ഈ Poco X3 GT ഒരു റീബ്രാൻഡഡ് ഫോണായിരിക്കും. അതും റെഡ്മിയുടെ നോട്ട് 10 പ്രോ സീരീസിലുള്ള ഒരു ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും Poco X3 GT. നമുക്ക് ഈ ഒരു Poco X3 GTൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസ് ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് തന്നെ ഒരു കാര്യം ക്ലിയർ ചെയ്യാം. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ന്യൂസ് അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ലീക്സിൻ്റെ ബേസിസിലാണ്. ഓക്കെ, സോ വളരെ സ്ട്രോങ് ലീക്സും സ്ട്രോങ് റൂമേഴ്സ് വന്നിട്ടുണ്ട്. Poco X3 GT വരുന്നുണ്ട്, ഗ്ലോബലി വരുന്നുണ്ട്, ഗ്ലോബലി എന്തായാലും വരുന്നുണ്ട്, ഇന്ത്യയിലേക്കും വരാൻ ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു വരും, മിക്കവാറും വരും. സോ ഈ Poco X3 GT എന്ന ഈ ഫോൺ ബേസിക്കലി ചൈനയിലുള്ള റെഡ്മി നോട്ട് 10 പ്രോയിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. ഷവോമി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത റെഡ്മി നോട്ട് 10 പ്രോ അല്ലെങ്കിൽ പ്രോ മാക്സ് ബേസിക്കലി 4G ഫോൺസ് ആണ്. പക്ഷേ ഷവോമി ചൈനയിൽ ലോഞ്ച് ചെയ്ത റെഡ്മി നോട്ട് 10 പ്രോ ഒരു 5G ഫോണാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ റെഡ്മി നോട്ട് 10 പ്രോ 5G എന്നും വിളിക്കാം. പോക്കോയിൻ്റെ ഫോണായിട്ട് വരാനുള്ള എല്ലാ ലക്ഷണങ്ങളുണ്ട് ഈ ഒരു ഫോൺ. അതിൻ്റെ മെയിൻ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. ഇതിൽ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഇല്ല, IPS LCD ഡിസ്പ്ലേ ആണ്. അത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്, പക്ഷേ നോ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ. IPS LCD ഡിസ്പ്ലേ ആണ് വിത്ത് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, 240 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് ഒക്കെ വരുന്നുണ്ട്, ഫുൾ HD+ റെസല്യൂഷൻ ഉണ്ട്, HDR10 സപ്പോർട്ടും കിട്ടുന്നുണ്ട്. സോ ഈ Poco X3 പ്രോയിൽ Gorilla Glass 6ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിൽ Gorilla Glass Victusൻ്റെ പ്രൊട്ടക്ഷൻ കാണും. സോ Poco X3 GT വരികയാണെങ്കിൽ അതിൽ Gorilla Glass Victusൻ്റെ പ്രൊട്ടക്ഷൻ കാണും, പക്ഷേ നോ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ. അത് സ്വാഭാവികമാണ്. പോക്കോൻ്റെ ഫോൺസിൽ അങ്ങനെ എസ്പെഷ്യലി മിഡ് റേഞ്ച് അല്ലെങ്കിൽ പ്രീമിയം മിഡ് റേഞ്ച് ഫോൺസിൽ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേസ് വരാറില്ല. Poco F1 ഇല്ലായിരുന്നു, Poco M2 Pro, Poco M3, ഇപ്പം വരാനിരിക്കുന്ന Poco M3 Pro, Poco X3 Pro ഒന്നിലും മറ്റേ നമ്മുടെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഇല്ലായിരുന്നു. കാരണം അതല്ല അവരുടെ മെയിൻ ഫോക്കസ്. പോക്കോ എന്ന ബ്രാൻഡിൻ്റെ മെയിൻ ഫോക്കസ് ആണ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ട് ഫോൺ കൊടുക്കുക എന്നാണ് അവരുടെ മെയിൻ ഉദ്ദേശം. ബേസിക്കലി പെർഫോമൻസ് എന്ന് പറയാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൽ പെർഫോമൻസ് ആയിരിക്കും മെയിൻ. അത് മെയിൻ ആവാനുള്ള മെയിൻ കാരണം എന്താണ്? ഇതിലുള്ള ചിപ്സെറ്റ് ഒരു 5G ചിപ്സെറ്റാണ്. ആ ചിപ്സെറ്റാണ് മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 1100 5G ചിപ്സെറ്റ്. ഇതൊരു 6 നാനോമീറ്റർ ചിപ്സെറ്റാണ്. ഇതിലുള്ളത് ഒരു ഒക്ടാ കോർ പ്രൊസസ്സറാണ്. സോ 4 പെർഫോമൻസ് കോറുകളാണ്. 2.6 GHz Cortex A78, 4 എഫിഷ്യൻസി കോർസ് ആണ്. 2.0 GHz Cortex A55, Mali G77 MC9 ആണ് ഇതിൻ്റെ GPU. എക്സാക്ട്ലി ഇതേ ചിപ്സെറ്റ് ഉള്ള ഒരു ഫോൺ റിയൽമി ചൈനീസ് മാർക്കറ്റിൽ ഇറക്കിയിരുന്നു. ആ ഫോണാണ് റിയൽമി Q3 Pro 5G. അതിൻ്റെ അന്തുതു സ്കോർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5.6 lakh 5.7 lakh വരെ പോകുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഈ Poco X3 പ്രോയിൻ്റെ അന്തുതു സ്കോർ 4.6 4.7. സോ തീർച്ചയായിട്ടും വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നമ്മൾ ആ ഒരു പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, അന്തുതു പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് കാറ്റഗറി, സോ Poco X3 GT വരികയാണെങ്കിൽ ഇന്ത്യയിൽ വന്നാൽ ബേസിക്കലി 20,000-25,000 ആ പ്രൈസ് കാറ്റഗറി ആയിരിക്കും. പക്ഷേ പെർഫോമൻസ് ആയിരിക്കും ആ ഒരു ഫോണിൻ്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ്. ക്യാമറ നോക്കുകയാണെങ്കിൽ 64 മെഗാ-പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പേ ഉണ്ടാവുള്ളൂ. സോ ക്വാഡ് ക്യാമറ ഇല്ല, ട്രിപ്പിൾ ക്യാമറ ഉള്ളൂ. സ്റ്റിൽ ദാറ്റ് ഡസ് നോട്ട് മാറ്റർ. നല്ല ഫോട്ടോ പ്രോസസ്സിംഗ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടും. അതിനോടൊപ്പം തന്നെ സെൽഫി ക്യാമറ 16 മെഗാ-പിക്സലിൻ്റെ ആണ്. സോ കംപ്ലീറ്റ് ക്യാമറ പാക്കേജ് നോക്കുകയാണെങ്കിൽ ഡീസൻ്റ് ആണ്. ഓക്കെ, ഡീസൻറ്റ് ക്യാമറ പാക്കേജ് ആണ്. ഇനി പ്രോസസ്സിംഗ് ഫോൺ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഫോട്ടോ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ വീഡിയോ പ്രോസസ്സിംഗ്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ റെഡ്മി നോട്ട് 10 പ്രോ 5G. സോ എക്സാക്ട്ലി അതേ ബാറ്ററി കപ്പാസിറ്റി Poco X3 GTയിലും വരും. ഇതിൻ്റെ ചാർജിങ് സ്പീഡാണ് മെയിൻ സംഭവം. സോ ചൈനയിൽ ഇവർ ഇറക്കിയപ്പോൾ 67 വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഇൻ ബോക്സ്. ഇനി ഗ്ലോബലി ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് കുറയ്ക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സോ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വന്നാൽ വളരെ വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. കാരണം റിയൽമി 65 വാട്ടിനൊക്കെ കൊടുക്കുന്നുണ്ട്. 20,000 താഴെ 65 വാട്ട് കൊടുക്കുന്നുണ്ട്. സോ പോക്കോന് വേണമെങ്കിൽ കൊടുക്കാം, നോട്ട് എ ബിഗ് ഇഷ്യൂ. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും.
ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടാവില്ല, LCD ഡിസ്പ്ലേ ആണ്. സോ തീർച്ചയായിട്ടും ഇതുപോലത്തെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയിരിക്കും മിക്കവാറും വരുന്നത്. സോ നോ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. ബാക്കിൻ്റെ ബിൽഡ് പ്ലാസ്റ്റിക് ആയിരിക്കും. മിക്കവാറും പോക്കോൻ്റെ ബാക്ക് ബിൽഡ് പ്ലാസ്റ്റിക് ആണ്. കാരണം പെർഫോമൻസ് അല്ലെങ്കിൽ ഗെയിമിംഗ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബാക്ക് പ്ലാസ്റ്റിക് ആണോ അതോ ഗ്ലാസ് ആണോ എന്ന് ആരും നോക്കാൻ പോകുന്നില്ല. ഓക്കെ, എസ്പെഷ്യലി മിഡ് റേഞ്ച് അല്ലെങ്കിൽ പ്രീമിയം മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമൊന്നുമില്ല. നല്ല സ്മൂത്ത് പെർഫോമൻസ് അല്ലെങ്കിൽ സ്മൂത്ത് ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടിയാൽ മതി. പക്ഷേ ഒരു ചെറിയ നെഗറ്റീവ് പോയിന്റ് ഉണ്ട്, അതാണ് ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഇല്ലായ്മ. സോ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല കേട്ടോ. ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഹെഡ്ഫോൺ ജാക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇന്ത്യ അല്ലെങ്കിൽ ഗ്ലോബലി പോക്കോ ഇതിനെ Poco X3 GT ആയിട്ട് ലോഞ്ച് ചെയ്യുമ്പോൾ അതിൽ ഹെഡ്ഫോൺ ജാക്ക് ഇടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഗെയിമിംഗ് ഫോൺ ആണെങ്കിൽ, അതും മിഡ് റേഞ്ച് അല്ലെങ്കിൽ പ്രീമിയം മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലുള്ള ഒരു ഗെയിമിംഗ് ഫോൺ ആണെങ്കിൽ ഹെഡ്ഫോൺ ജാക്ക് മസ്റ്റാണ്. ഓക്കെ, ഇത്തവണ റിയൽമി കൊണ്ടുവന്നിട്ടുണ്ട് ഹെഡ്ഫോൺ ജാക്ക്. സോ റിയൽമി X7ലും X7 പ്രോയിലും ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് ക്രിറ്റിസിസം വന്നിരുന്നു. സോ ഇത്തവണ ഇറക്കിയ റിയൽമി X7 മാക്സിൽ അവർ ഹെഡ്ഫോൺ ജാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ പ്ലസ് പോയിന്റ്, വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. അതിനോടൊപ്പം തന്നെ ഇപ്പം റിയൽമി X7 മാക്സ് കൊണ്ടുവന്നില്ലേ, അതിൻ്റെ പാരലലി പോക്കോ ഒരു ചെറിയൊരു ടീസർ ഇട്ടിട്ടുണ്ടായിരുന്നു. ടീസറിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ റിയൽമി X7 മാക്സ് എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഈ വർഷം 3rd ക്വാർട്ടറിൽ പോക്കോൻ്റെ സൈഡിൽ നിന്ന് Poco F3 GT വരുന്നുണ്ട് എന്നവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ അത് കൺഫേംഡ് ആണ്. Poco F3 GT എന്തായാലും കൺഫേംഡ് ആണ്, പക്ഷേ സമയമെടുക്കും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ ഒരു ടൈം പീരീഡ് ആയിരിക്കും Poco F3 GTൻ്റെ ലോഞ്ച്. അതും ഒരു കിഡിലൻ ഫോണായിരിക്കും. അത് ബേസിക്കലി റെഡ്മി K40 ഗെയിമിംഗ് ഫോണിൻ്റെ ഒരു റീബ്രാൻഡ് വെർഷനാണ്. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടു നോക്കുക. സോ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതും ഒരു എക്സൈറ്റിംഗ് ഫോണാണ്. പക്ഷേ Poco X3 GT വരാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി. സോ ഇപ്പം ഇത് ജൂൺ ആണ് അല്ലേ, സോ ജൂൺ ടു ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ, സോ 2-3 മാസം ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ചിലപ്പം ഒരു പുതിയ ഫോൺ വരാൻ ചാൻസ് ഉണ്ട്. സോ റെഡ്മി നോട്ട് 10 Pro 5G എന്ന ഈ ഫോൺ ഇന്ത്യയിലേക്ക് Poco X3 GT ആയിട്ട് വന്നാൽ നിങ്ങളത് മേടിക്കുമോ? ആർ യു എക്സൈറ്റഡ്? സോ അതെന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.